അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ ഈസാ നബിയുടെ ചരിത്രം നമുക്കറിയാം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. അവിടുത്തെ സഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാം. പിൽക്കാലത്ത് കഴിഞ്ഞുപോയ നമ്മുടെ നേതാക്കന്മാരായ ആളുകളുടെ ഔലിയാക്കന്മാരുടെ ചരിത്രം നമുക്കറിയാം. അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പല ആളുകളും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്. ഇവിടെയൊക്കെ മുസ്ലിം സമൂഹം ക്ഷമയോടെ, നേതാക്കന്മാരായ ആളുകൾ ക്ഷമയോടെ, അവധാനതയോടെ നിലനിന്നു. എന്നാൽ ചിത്തടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇവർ മാനസിക രോഗിയാണ് എന്നും അതുപോലെ തന്നെ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് മൂപ്പരാണ് എന്നും കൂരാക്കൂരിട്ട് ഒരു എന്താണ് വനത്തിൻ്റെ ഉള്ളിൽ ഒരു ഇലയങ്ങാനും ഞെട്ടിട്ട് വീഴുകയാണെങ്കിൽ അതുപോലും CM ഒരു കാണുന്നുണ്ട് എന്നും അതുപോലെ തന്നെ എന്താണ് വിചാരങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ചിട്ട് രണ്ട് ചങ്ങനും പൊങ്ങനും, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ചങ്ങനും പൊങ്ങനും കൂടി സംസാരിക്കുന്ന നമുക്കൊന്ന് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിളവൻ്റെ ഉപ്പ പണ്ട് CM അടവൂരിൻ്റെ ഒന്നിച്ചുണ്ടായ ആളാണ്. അയൽവാസി കുറേ കഥകൾ പറയുന്നുണ്ട്. അന്നേരം ഈ പറയുന്ന കിളവൻ്റെ ഉപ്പ പിന്നെ ഒരു മുജാഹിദുകാരൻ്റെ അടുക്ക പോയി. എന്തിന്? CM അടവൂരിന് കക്കൂസ് കെട്ടാൻ, തൂറാൻ വേണ്ടി, കക്കൂസ് കെട്ടാൻ വേണ്ടി പിന്നെ കല്ല് ചോദിച്ചു. അയാൾ കല്ല് കച്ചവടക്കാരനായിരുന്നു, മുജാഹിദുകാരൻ. ബാക്കി ആൾ പറഞ്ഞുതരും. ബാപ്പ പൊന്നു മുമ്പ് തന്നെ ഒരാൾ കല്ല് കച്ചവടക്കാരനുണ്ട്, അയാൾ മുജാഹിദാണ്. അപ്പോൾ അയാൾ എന്ന് പറഞ്ഞു, നമുക്ക് കക്കൂസ് ഉണ്ടാക്കാൻ കുറച്ച് കല്ല് വേണമെന്നാണ്. അയാൾ എടുത്തേയും പഠിക്ക് ചോദിച്ചു, ഔലിയൊക്കെ എന്താ കക്കൂസിലെ തൂർക്കി വിടുമെന്ന്. അയാൾ എന്താ ചോദിച്ചത്? ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൊണ്ടു. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ്. ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടുന്ന് ചോദിച്ചു. ആ ചോദിച്ചതോടെ സംഭവിച്ച കഥകളാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് അയാൾ ചോദിച്ചത്? ഔലിയാക്ക് കക്കൂസിലെ തൂർക്കി വിടുവോന്ന് ബാപ്പനോട് ചോദിച്ചു. അതെ, കളിയാക്കിയതാണ്. അങ്ങനെ ബാപ്പ ഇങ്ങോട്ട് വരുമ്പോഴേക്കും CM മോൾന്നു, ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂർക്കി വിടൂ, ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂർക്കി അന്ന് പതുക്കെ കേട്ടാ. ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടും, ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടും. അയാൾ മുജാഹിദാരനെ അയാളെ പുരക്കെന്ന് വെച്ചാൽ പതുക്കെ പറഞ്ഞ കാര്യമാണ്. ഔലിയാക്ക് കക്കൂസിലെ തൂറിക്കൂടും എന്ന് ചോദിച്ചതാണ്. അത് CM അടവൂർ എവിടെയോ പള്ളിയുടെ മൂലക്ക് 2ാം നിലയിലായിട്ട് ഇരിക്കുന്ന CM അടവൂർ അറിഞ്ഞു. CM അടവൂർ പറയുന്നു, ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടും, ഔലിയാക്ക് എന്താ കക്കൂസിൽ ദിക്റിലിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെ എല്ലാം അറിയുന്ന ഒരു മനുഷ്യനാണ് എന്ന് ആദ്യം വരുത്തി തീർത്തു. ഇനി അങ്ങോട്ടേക്ക് കണ്ടോ. ഇനി അടുത്തതാണ് ക്രൂരത. അയാളെ പോരെന്ന് പറഞ്ഞതാ. ഉച്ചരിച്ചുകൊണ്ട് വരിക. അതെ, അപ്പൊ ഔലിക്ക് എന്താ കക്കൂസില് തൂർക്കിവിടും, ഔലിക്ക് എന്താ കക്കൂസില്. പിന്നത്തെ പറച്ചിലെന്താണോ, അവൻ നായി ചാവും പോലെ പുഴു വെച്ച് കാഫറായി ചത്തുപോകും. എന്താ? എന്ത്? നായി ചാകുന്നത് പോലെ പുഴു കെട്ടി കാഫറായി ചത്തുപോകും. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ഇങ്ങനെയൊക്കെ ശപിക്കാൻ വേണ്ടിയില്ല, ഇങ്ങനെയൊക്കെ അയാൾ എങ്ങനെയാണ് ചാകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി CM അടവൂരാണല്ലോ നിയന്ത്രണം. CM അടവൂർ അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ്? ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടുന്ന് ചോദിച്ച ഒറ്റ കാരണം കൊണ്ടാണ്. ഇനി കണ്ടോ. നായി ചാവും പോലെ കാഫറായി പുഴി വെച്ച് ചത്തുപോകും. അതേ അനുഭവം ഉണ്ടായത്. അതോ ശരീരം നന്നായിട്ട് പുഴു വെച്ചു അയാൾക്ക്. നേരമുള്ള ഇത്ര വലുപ്പമുള്ള പുഴു, ശരീരം മുഴുവനും പുഴു. എന്നിട്ട് ഒരു മാഷ് അവിടെ അബ്ദുള്ള മാഷ്, ഞാൻ കണ്ടിരിക്കുന്നു, ശരിക്കും കണ്ടതാ. ഈ ഒരു അബ്ദുള്ള മാഷ് എന്ന ഒരാളുണ്ട്, അയാൾ വന്നിട്ട് ഒരു പാത്രത്തിൽ ഈ പുഴു ഇങ്ങനെ തോണ്ടിയെടുക്കും. ഇയാളുടെ മേത്തുനിന്ന് ഈ വലിയ പുഴുവിനങ്ങനെ തോണ്ടിയെടുക്കും. അതിനൊക്കെ CM പറയും, അവൻ നായി ജവം പോലെ പുഴു വെച്ച് കാഫറായി ചത്തുപോകും. CM അങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ കിടന്ന് ആ റോഡാ, എൻ്റെ വീട് റോഡിൻ്റെ ഈ സൈഡിലും അയാളെ വീട് റോഡിൻ്റെ ആ സൈഡിലും. എന്നിട്ട് ആൾക്കാർ റോഡുമ്മക്കൂട് പോകുമ്പോൾ മുക്കിങ്ങനെ പൊത്തിട്ട് പോവുക. വാസന, ഭയങ്കര വാസന. നായി ചത്താലും കൂടി ഇത്ര വാസന ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് കാര്യമായി. ഒന്നെന്താണ്, പുഴു മൊത്തം ശരീരത്തിൽ പുഴു അരിച്ചു. രണ്ടാമതാണ് വാസന. വാസന എന്ന് പറഞ്ഞാൽ നായി ചത്തപ്പോൾ ഇത്ര അധികം വാസന, ആ രീതിയിലുള്ള വാസന വന്നു. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഔലിയാക്ക് എന്താ കക്കൂസിലെ തൂറിക്കൂടും. അത് മറന്നു പോകാൻ പാടില്ല. ദുർഗന്ധവും കൊണ്ട് ആൾക്കാർ ആര് പോകുന്നവരാണ് ആ വീടിന്റെ മുമ്പിൽ മുഖം അങ്ങനെ കൊത്തിയിട്ട് പോവുക. വഹാബിന്റെ അവസ്ഥ. അതെ.
ആ കുരുപ്പ് കളവൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട റോഡിന്റെ അപ്പുറത്തെ സൈഡിലെ വീട്ടിൽ തന്നെ ഉണ്ട്, ഇടയ്ക്ക് കാണലുണ്ട്. ഈ പുഴുവിനെല്ലാം ലെങ്ത്തില്ല, പുഴുവിന് ഇത്ര ലെങ്ത്താ ഉള്ളത് എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറയുന്നതും കണ്ടല്ലോ. അന്നേരം ഇതൊക്കെ ഈ ചങ്ങായി കണ്ടിട്ടുണ്ട്. ആ വീട് നാളെ മാറിപ്പോയിട്ടൊന്നുമില്ല, സ്മെല്ല് സഹിക്കാൻ കഴിയാണ്ടോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ടായിനി. റോട്ടുമല്ലേ പോന്നാളും കോലം പൊത്തിയിട്ടില്ല അവൻ. ഈ കുരുപ്പ് അങ്ങനെ തന്നെ ആടെ ഉണ്ടായിനി. എന്നിട്ട് ബാക്കി പറയട്ടെ, അയാൾ ചെയ്ത തെറ്റെന്താണ്? മുജാഹിദാരൻ ചെയ്ത തെറ്റെന്താന്ന് ഔലിയാക്ക എന്താ കക്കൂസിലെ തൂറിക്കൂടും, അത് ചോദിച്ചതാണ് അയാൾ ആകെ ചെയ്ത തെറ്റ്. 5.5 കൊല്ലം ആ പുഴുവായിട്ടാണ് കിടന്നിക്കുന്നത്. 5.5 കൊല്ലം കിടന്നിക്കുന്നത് ഈ പുഴുവായിട്ട്. 5.5 കൊല്ലം പുഴുവായിട്ട് കടന്നിരിക്കുന്നത് സി എം അടൂര് കൊടുത്ത ശിക്ഷയാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതാണ്. ഔലിയാക്ക എന്താ കക്കൂസിലെ തൂറിക്കൂടും, ഇതാണ് അയാൾ ചോദിച്ച തെറ്റ്. അവസാന സി എം പറഞ്ഞു, അടുത്ത ബുധനാഴ്ച നായ ചാവും, അടുത്ത ബുധനാഴ്ച നായ ചാവും. കേട്ടാ, അടുത്ത ബുധനാഴ്ച നായ ചാവും. സി എം അടൂർ ഓർഡർ വിട്ട്. മതി, 5.5 കൊല്ലായില്ലേ, മതി മതി, ഇതിനടുത്ത് കവറ്റി കൊണ്ടിട്ടെ. ഇപ്പൊ കവറ്റി കൊണ്ടിരും, കണ്ടോ? അടുത്ത ബുധനാഴ്ച ആ നായ ചാവും. ബുധനാഴ്ച മരിച്ചു, ചത്ത് ചത്ത് ചത്ത്. എനിക്ക് അതിന് കവറ്റിക്കൊണ്ടിട്ട് ഒരു ഇടലുണ്ട്, മറ്റേ കട്ടയിലിടുന്നൊക്കെ ഒരു ഇടലുണ്ട്. അത്ര പൊട്ടിപ്പോവും ചെയ്യും. കട്ടയിലിടുമ്പോൾ ഇടുമ്പോൾ പൊട്ടുമല്ല, അതേപോലെ പൊട്ടുന്നുണ്ട്. അതും കൂടി കേട്ടോ. മരിച്ചെന്ന് പറയാൻ പറ്റില്ല, ചത്തെന്ന് പറയണം. എന്നിട്ട് പിന്നെ ഒന്നുമില്ല, ഒക്കെ ഇറച്ചിയൊക്കെ പുഴി തിന്നിരിക്കുന്നു. എല്ല് മാത്രമേ ഉള്ളൂ, ഒളിപ്പിക്കാനൊന്നും അങ്ങനെ തൊട്ട് കഴിയും. കവറിലേക്ക് താത്തുമ്പോൾക്ക് 2 കഷ്ണമായിപ്പോയി, നടു പൊട്ടിപ്പോയി. കവറിലേക്ക് കൊണ്ടിട്ടപ്പോ കവറിലേക്ക് താത്തുമ്പോൾക്ക് നടു പൊട്ടിപ്പോയി. വല്ലാത്ത ജാതി. ഈ തടി ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിലെ തടിയാൻ, ഈ ചങ്ങായി പറയുന്ന കേട്ടിട്ടേ, കവറിൽ കൊണ്ടേ ഇട്ടപ്പോ കട്ടയല്ല ഇത്, കവറിൽ കൊണ്ടേ ഇടുമ്പോ നടു അങ്ങ് പൊട്ടിപ്പോയി. തള്ളുന്നതല്ലേ, തള്ളട്ടെ ഏതായാലും. നടു പൊട്ടിപ്പോയി. പിന്നെ പടി വെച്ച്, പിന്നെ ഈ കവറിൽ വെച്ച മയ്യത്തിന് കെട്ട് കഴിക്കാത്ത ഒരു മയ്യത്ത് അതിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ, വാസനന്റെ ശക്തി കൊണ്ട് കെട്ടയച്ചില്ല. വാസന്റെ ശക്തി കൊണ്ട് കെട്ടയക്കാൻ പോയ പിന്നെ അപ്പടി മുടലിച്ച് മണ്ണ് തൂണ്ടിയാണ്, കെട്ട് കഴിച്ചിട്ടില്ല. വല്ലാത്ത വാസനയിൽ പോയി. ഭയങ്കര ശക്തിയിലെ വാസനയായിരുന്നു. ഏതെങ്കിലും ഹെൽത്ത് ക്ലബ്ബിലായിട്ടും പോയിട്ടാന്ന് തോന്നുന്നു, ജിമ്മെല്ലാം എടുത്ത് വന്നിട്ട് ഭയങ്കര ശക്തി ഉണ്ടായിന്. അതുകൊണ്ട് എന്താ ഈ കെട്ടൊന്നും അയക്കാൻ വേണ്ടി പറ്റിയില്ല. ഇവരെ കൊണ്ടാവൂലല്ലോ കെട്ടയക്കാൻ, ഭയങ്കര സ്മെല്ലല്ലേ. വാസനന്റെ ശക്തിയുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഇന്നത്തെ കാലത്തെ വഹാബികൾക്ക് ഭയങ്കര ഇതാണ്. ജാഗ്രതരായിക്കോ വഹാബികളെ, പേടിച്ചോ. മുട്ടൽ ഇങ്ങനെ കൂട്ടി പറിച്ചോട്ടാ, ഇങ്ങനെ ഇരിക്കുന്ന ഫോണെല്ലാം മുറുക്ക പിടിച്ചോ, പേടിച്ചൊക്കെ കണ്ട. വഹാബികൾക്ക് പാഠമാണ്. വല്ലാത്ത നിങ്ങൾ ശരിക്കും അനുഭവിച്ചല്ലോ. ഇയാൾ അനുഭവിച്ച്, ഭയങ്കര അനുഭവിച്ചു ഞാൻ ശരിക്കും. പിന്നെ മുപ്പര വേദനയിൽ കുത്തിപ്പറഞ്ഞ ശക്തി കൊണ്ട് ഇങ്ങനെ ഒരു കയറിങ്ങനെ വെട്ടിക്കൊടുത്തിരിക്കുന്നു, വളൻ ഈ ഓടിട്ട പോലെ. ഇപ്പൊ ഈ വള ഉണ്ടല്ലോ, ഇനി കാഫറായി ചാവെന്ന് പറഞ്ഞല്ല, അതിന് കാഫറായി എന്ന കോല ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ. ഇയാൾക്ക് പിന്നെ ഫുള്ള് ബോഡിയെല്ലാം മൊത്തം അങ്ങ് പോയല്ലോ, വെറും എല്ലും തോലും പിന്നെ ഇല്ലും. ആ എല്ലും തോലിലെ മനുഷ്യന് പിന്നെ വേദന സഹിക്കാൻ കഴിയാണ്ടാകുമ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, വേദന സഹിക്കാനാകുമ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ കയറ് പിടിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് കേട്ടോ. ഈ വളന്റെ മുകളിൽ ഒരു കയറ് കെട്ടിക്കൊടുത്തു. ഇനി കയറുമൽ ഇങ്ങനെ തൂങ്ങിയിട്ട് മടവൂർ സൈഹേ എൻ്റെ സൂക്കേട് മാറ്റിത്തരണം, മൊയ്തീൻ സൈഹേ എൻ്റെ സൂക്കേട് മാറ്റിത്തരണം എന്നിങ്ങനെ പറഞ്ഞു. ഓ വല്ലാത്ത ജാതി, എന്തെന്ന് കുരുപ്പളിയല്ലോ. കളിയാക്കുന്ന ആളാ പറയുന്നു. കളിയാക്കിയ മനുഷ്യന് ലാസ്റ്റ് എന്തായെന്ന് പറഞ്ഞാൽ പാച്ച ശീർക്കും ചെയ്തിട്ടാന്ന് ചത്തിനിന്നാ പറയുന്നു. അവസാനം അങ്ങനെ വിളിച്ചിരുന്നു, പക്ഷെ മാപ്പ് കൊടുത്തില്ല. എന്തൊരു ക്രൂരനാണ് സി എം അടൂർ എന്ന കൊടും ക്രൂരൻ ക്രിമിനൽ. അത് സി എമ്മിനോട് മാപ്പ് പറയാൻ വേണ്ടി മിറ്റത്തെത്തുമ്പോൾ മോളെന്ന് പറയൂ, ആ നായന്റെ കാര്യം പറയാൻ ഒരുത്തം വരുന്നുണ്ട്, ഒരങ്ങോട്ട് കയറ്റണ്ട. വീടിന്റെ മേളില് 2ാം നിലയിലുള്ളത്. അപ്പൊ വീടിന്റെ മുന്നിൽ എത്തുമ്പോ പറയും, മോളിന് പറയൂ, ആ നായന്റെ കാര്യം പറയാൻ ഒരുത്തം വരുന്നുണ്ട്, ഓനങ്ങോട്ട് കയറ്റണ്ട. കേട്ടില്ലേ സഹോദരങ്ങളെ? എന്താ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ 2 കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഈ പിന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഓൻ ഭയങ്കര വള്ളം കുടിയനാണ്, ഓൻ ഭയങ്കര റൗഡിയാണ്. ഇപ്പം നമ്മുടെ നിങ്ങളുടെ നാട്ടിലില്ല ഒരു ഗുണ്ടനെ കുറിച്ചിട്ട് 2 പറയുന്നത് ഭയങ്കര സന്തോഷത്തോടെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്?
അവർ ഭയങ്കര എങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, ഭയങ്കര സംഭവമാണ്. ഓനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ഓൻ രാത്രിയുണ്ട് വെള്ളമെല്ലാം അടിച്ചിട്ട് ഒരു വരുത്ത് ഇങ്ങനെ ഗമയോടെ അങ്ങനെ കുറേ ടീംസ് ഇല്ലേ, അത്രേനെ ഞാൻ കാണുന്നില്ലോ, അത്രേനെ കാണുന്നില്ലോ. സി എം മടവൂർ എന്ന് പറഞ്ഞാൽ ഒരു തമ്മാടി അല്ലെങ്കിൽ ഒരു തോന്നിവാസി. ഔലിയ ഒരിക്കലും പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഔലിയാക്കന്മാർ ഇസ്ലാം പഠിപ്പിച്ച ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം പഠിപ്പിച്ച ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എവിടെയും തന്നെ പകപോക്കുന്ന ശത്രുത വെക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. എന്നാൽ ഈ പറയുന്ന സി എം മടവൂരിന് അതുണ്ട്. ഇതൊന്ന് മാത്രമല്ല, ഞാൻ വേറെയും കാണിച്ചു തരാം. അത് നമ്മളെ പകരപ്പൊട്ടൻ തന്നെ പറഞ്ഞുതരും. ഇത് പിന്നെ ഒരു തരം മന്ദബുദ്ധിയാണ്. അവന് അയാൾക്ക് എന്തും പറയാം, ഇങ്ങനെ കയറൂരി വിട്ട സാധനമാണ് ഇത് പറയുന്നത് കേട്ടോ. ഷെയ്ഖുന അവിടെയുള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാ, അത് തളീക്കര തങ്ങൾ അബ്ദുൾ റഷീദ്, അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഇപ്പോഴുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്. അവരെ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ കാലത്ത് സനദും എല്ലാം പറയുന്നുണ്ട്. സനതെല്ലാം വളരെ കൃത്യമാണ് കണ്ടോ, ഇയാൾക്കൊന്നും അറിയും ചെയ്യില്ല, വെച്ചടിക്കുക തന്നെ. ഷെയ്ഖുനാന്റെ അടുത്തേക്ക് വിളിച്ച്, ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാരെ കൊണ്ടും സിഗരറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് വലിപ്പിച്ച്. എങ്ങനെയുണ്ട് സിഗരറ്റ് വലിപ്പിച്ചു ആര്? ഷെയ്ഖുന. തമ്മാടിത്തരല്ലേ. നിങ്ങളുടെ മകന്റെ കയ്യിൽ സിഗരറ്റ് കൊടുക്കുമോ? നിങ്ങളുടെ അനുജന്റെ കയ്യിൽ സിഗരറ്റ് കൊടുക്കുമോ? നിങ്ങളുടെ ചങ്ങാതിമാരുടെ കയ്യിൽ സിഗരറ്റ് കൊടുക്കുമോ? നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, അല്ലാത്തവരെ ഞാൻ പറയുന്നില്ല, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ സിഗരറ്റ് കൊടുക്കുമോ? ഇവർ ഔലിയ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറേ ആളുകളെ വിളിച്ചു കൂട്ടി അവർക്ക് സിഗരറ്റ് കൊടുത്തു വലിക്കാൻ വേണ്ടി. ഇത് നല്ല സ്വാലിഹായ സൽക്രമമായ പ്രവൃത്തിയാണല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞത് സംസം വെള്ളം കുടിക്കാൻ കൊടുത്തു എന്നല്ല, പുരക്കുന്നവർക്ക് ജ്യൂസ് കലക്കി കൊടുത്തു എന്നല്ല, സിഗരറ്റ് വലിക്കാൻ വേണ്ടി കൊടുത്തു, വിളിച്ചു വരുത്തി സിഗരറ്റ് വലിക്കാൻ വേണ്ടി കൊടുത്തു. നല്ല സ്വാലിഹായ പ്രവർത്തനമല്ലേ ചെയ്തത്? ഭയങ്കര സംഭവമാണ്. ഇനി അടുത്തത് കേട്ടോ. വലിയ ഒരു ദിവസം മംഗലാപുരം ഹോട്ടലിൽ നിന്ന് ഒരു അനുഭവം എനിക്കുണ്ട് പറഞ്ഞിട്ട് ആ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അതായത് സി എം വലിയുള്ളാഹി മൊയ്തീൻ സാഹിബ് വഫാത്തായതിൻ്റെ ശേഷം ഷെയ്ഖ് വഫാത്തായല്ലോ എന്ന സങ്കടത്താൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഇതൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണവും ഇല്ല, നോക്കാൻ ആളില്ലാണ്ടായപ്പോൾ സി എം വലിയുള്ളാഹി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ അവർ കാശ് കൊടുക്കാൻ കാശില്ലല്ലോ, കാരണം ഷെയ്ഖുമില്ല ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം സി എം വലിയുള്ളാഹി ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇറങ്ങിയപ്പോൾ ക്യാഷ്യർ ചോദിച്ചു കാശ് എവിടെയെന്ന്. അപ്പോൾ കാശില്ല, ഒന്നും മുണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, അങ്ങനെ 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒന്നും മുണ്ടാണ്ടായപ്പോൾ ക്യാഷ്യർ പറഞ്ഞു, ആ ഹോട്ടലിലെ മുതലാളി പറഞ്ഞു, നിങ്ങളെ തലയിക്കെട്ട് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ തലയിക്കെട്ട് അയച്ചു കൊടുത്തു. അതിന് ശേഷം ഡ്രസ്സ് അയക്കാൻ പറഞ്ഞു, ഡ്രസ്സും അയച്ചു കൊടുത്തു. അങ്ങനെ വെറും ഒരു ട്രൗസർമേൽ മാത്രം സി എം വലിയുള്ളാഹി. എന്തായാലും ഹോട്ടലുകാരൻ മുജാഹിദുകാരനല്ല, അത് പറയുന്നില്ല, അതുകൊണ്ട് ബാക്കി പറഞ്ഞു. പുറത്ത് ഹോട്ടലിൻ്റെ പുറത്ത് നട്ടുച്ച സമയത്ത് ഹോട്ടലിൻ്റെ പുറത്ത് പോയി ഇരിക്കുകയും അങ്ങനെ ഹോട്ടലിൻ്റെ പുറത്ത് ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് കിടക്കുന്നത് ആര് കാണുന്നുണ്ട്? ഈ ലോറി ഡ്രൈവർ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം പങ്കുവെക്കുന്നതും. അങ്ങനെ ഹോട്ടലിൻ്റെ അകത്ത് നിന്ന് ലോറി ഡ്രൈവർ വിഷയങ്ങളൊക്കെ കണ്ട്, അതായത് താടിയും തലപ്പാവൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു വലിയ ആണെന്ന് മനസ്സിലാക്കുകയും, താടിയും തലപ്പാവെല്ലാം കണ്ടപ്പോൾ ഒരു വലിയാണെന്ന് മനസ്സിലാക്കിയത് ഭയങ്കര ജ്ഞാനം തന്നെ ലോറിക്കാരൻ്റെ, വല്ലാത്ത ജാതി. അങ്ങനെ എന്തായാലും മൂപ്പർക്ക് ഡ്രസ്സിൻ്റെ വക വാങ്ങിക്കൊടുക്കണമെന്നും എന്ന് മാത്രമല്ല മൂപ്പര്. എന്നാലും ഞാനിങ്ങനെ ചിന്തിച്ചെന്നറിയാം, ആ ഹോട്ടലിൽ അയാൾ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണല്ലോ തലക്കെട്ടും ഡ്രസ്സെല്ലാം ഊരി മേടിച്ച് വെച്ചത്. എന്നിട്ടാണല്ലോ പോയിട്ട് ട്രൗസറിലായിട്ടാണ് ഇരിക്കുന്നത്. ആ ട്രൗസറിലിരിക്കുന്ന സി എം മടവൂരിനെ അയാളൊരു ഡ്രസ്സ് ഇതെല്ലാം മേടിച്ചു കൊടുക്കണമെന്ന് തോന്നിയ സമയത്ത് അയാൾക്ക് ആ ഹോട്ടലിൽ ഫുഡിൻ്റെ പൈസയും കൊടുത്ത് ആ ഊരി മേടിച്ച ഡ്രസ്സ് തന്നെ അങ്ങോട്ട് മേടിച്ചു കൊടുക്കാൻ തോന്നിയിട്ടല്ലോ എന്നതാണ് ഇവിടെ കഥ എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചതിൻ്റെ മന്ദബുദ്ധികളെ. ഭക്ഷണം കഴിച്ച ഉടനെ അവിടെ പുറത്ത് കിടക്കുന്ന സി എം വലിയുള്ളാൻ്റെ അടുത്ത് പോയിട്ട്, ആ സി എം ആണെന്ന് അറിയില്ല, ഒരു വലിയാണെന്ന് എന്തായാലും മൂപ്പർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. മൂപ്പര് പുറത്ത് പോയി കൊണ്ട് മൂപ്പര് സി എം വലിയുള്ളാനോട് ചോദിച്ചത്രേ, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ ഞാൻ പോരുന്നു. സി എം വലിയുള്ളാൻ്റെ ഭാഷ അങ്ങനെ അച്ചടി ഭാഷയാണല്ലോ, അതായത് വേറെ ആവശ്യത്തിന് മാത്രം. അച്ചടി ഭാഷ തന്നെയാണ്. അച്ചടി ഭാഷ തന്നെ. നേരത്തെ ദിക്റിയിൽ നമ്മൾ കേട്ടിട്ടേ, അവലിയാക്കത്തെ കക്കൂസിലെ തൂറിക്കൂടും, അവലിയാക്കത്തെ കക്കൂസിലെ തൂറിക്കൂടും, അവലിയാക്കത്തെ കക്കൂസിലെ തൂറിക്കൂടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. നല്ല അച്ചടി ഭാഷ തന്നെയാണ്. അത്രമേ സംസാരിക്കുള്ളൂ, അതും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോരുന്നു അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സി എം വലിയുള്ളാഹി അദ്ദേഹത്തിൻ്റെ കൂടെ ലോറിയിൽ കയറുകയും
അങ്ങനെ മൂപ്പര് ഒരു ടെക്സ്റ്റൈൽസിൽ നിർത്തിയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നപ്പോൾ ആ കുഴപ്പമില്ല, അറബ് സി എം വിളിക്കുന്ന പ്രശ്നം കാണിക്കാത്തതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു, പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും അങ്ങനെ ഈ ലോറിയിൽ കയറി സി എം ഇങ്ങനെ ഈ സി എമ്മും ആ ലോറി ഡ്രൈവറും കൂടി ലോറിയിൽ കയറി ലോറി സ്റ്റാർട്ട് ചെയ്ത് അല്പം അങ്ങ് മുമ്പോട്ട് പോകുമ്പോഴേക്ക് ലോറി ആ ഹോട്ടലിലെ കാശിന് പകരം ഡ്രസ്സ് വാങ്ങിയ ഹോട്ടലിൽ ഒറ്റ കത്തിലായിരുന്നു ഫുള്ള് നിന്ന് എന്ത് ചേറ്റത്തര നിങ്ങൾ ചെയ്തത് എല്ലാം കേൾക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എടാ തലയിക്കെട്ടാരാ ഉണ്ടാവില്ലേ? ആളെല്ലാം കേൾക്കുന്നുണ്ടാവില്ലേ? എൻ്റെ മൊയ്തീൻ കാലിക്കറ്റെ നിഷാദ് മുണ്ടേരി നിങ്ങൾ ഇങ്ങനെ പണി കൊടുക്കേണ്ട. ഈ കുരുപ്പുകൾ പറയുന്നത് തളെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്ന എന്തിനാണ്? അതുകൊണ്ടല്ലേ നമ്മൾ ഇത് കേൾക്കേണ്ടി വരുന്നത്. നെൽപ്പിൽ ഹോട്ടൽ മുഴുവനും കത്തി നശിക്കുകയുണ്ടായി. അങ്ങനെ ഇവർ പോയി, ഈ ലോറി ഡ്രൈവർ അനുഭവം പറയാം, ഹോട്ടൽ ഫുള്ള് കത്തി നശിച്ചു. ഞങ്ങൾ എടുത്തോണ്ടത്തിന്. പക്ഷെ ഞങ്ങൾ പോയി മാനന്തവാടി എവിടോ എത്തി. ലോറി വലിയ മാനന്തവാടി എവിടെയോ പോയിട്ട് എത്തി. പാവങ്ങൾ വല്ലാത്ത പ്രയാസമായി പോയി. ഇങ്ങനെയെല്ലാം സി എം മടവൂരുണ്ടല്ലോ, ഇങ്ങനെയെല്ലാം സി എം മടവൂരിനെ കുറിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞുതരും. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹം ഔലിയാണ്. എന്താണ് സി എം മടവൂരിനെ കുറിച്ച് എന്താ പറയുക? സി എം വലിയുള്ള. ഇനി എങ്ങനത്തെ വലിയുള്ള ഡിഗ്രി അറിയണ്ട നമുക്ക്. ഇങ്ങനെയൊക്കെ പവർഫുള്ളായിട്ടുള്ള ഭയങ്കര ലെവലിലുള്ള, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഒരാളെ കൊന്ന എങ്ങനെ കൊന്ന, ഇങ്ങനെ കൊന്നതല്ല. എങ്ങനെ കൊന്നത്? പുഴുവരിച്ച് കാഫിറായി പട്ടി ചാകുന്ന പോലെ ചത്ത ഒരു മുജാഹിദുകാരൻ സി എം മടവൂരിൻ്റെ കയ്യിൽ പെട്ടതാണ്. സി എം മടവൂർ കൊന്നതാണ്, അത് ശരിക്കും ഓർമ്മ വേണം. അതേപോലെ വേറൊരു ഹോട്ടൽ അങ്ങനെ കത്തിച്ച, യുവാക്കളെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ച സി എം മടവൂരിൻ്റെ ആ ഒരു പവർഫുൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം എങ്ങനെയുള്ള ഔലിയാണ് എന്ന്. സി എം എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ വലിയ. മജ്ദൂബായ വലിയ, മജ്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ജദുബിൻ്റെ ഹാലിൽ. ജദുബിൻ്റെ ഹാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്തൻ. ഭ്രാന്തനായ വലിയ. അങ്ങനെ ഭ്രാന്തനായ വലിയ വരില്ല. ഒരു മജ്ദൂബായ വലിയ മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ നിസ്കരിക്കുന്ന നമ്മ കാണൂല എന്ന് പറയുമ്പോൾ ഇപ്പം എനക്ക് മനസ്സിലായിട്ടത്. നിസ്കരിക്കുന്ന ഇപ്പം നമ്മൾ കാണൂല. എങ്ങനെയായിരിക്കും? ഇപ്പോൾ കാന്തവർ നിസ്കരിക്കുന്ന എവിടെയോ ദുബൈയിലില്ല, ഞാൻ കാണൂല. അങ്ങനെ ആയിരിക്കുമോ? അതല്ല, ഇയാൾ നിസ്കരിക്കാൻ വരലില്ലേ? ഇയാളെ പള്ളിയിലേക്ക് തന്നെ ആളുകൾ പോയി, അവിടെ പോയുമ്പോൾ അയാൾ വരലില്ല. അങ്ങനെ ആയിരിക്കുമോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ നിസ്കരിക്കാൻ പോലില്ല എന്ന് തന്നെയാണ്. പണ്ടൊരു പാട്ട് കേട്ടില്ല, ഞാൻ ആ പാട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കേണ്ടതുണ്ട്. മജ്ദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. ജദുബിന്റെ ഹാലിലെത്തിയാൽ എങ്ങനെയാ വലിയ മഹാനായാല്? ഭ്രാന്തൻ പിന്നെ വലിയ മഹാനായി. നഗരാട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇയാൾ, അത് മറന്നു ഞങ്ങൾക്ക്. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ നോമ്പിന് ഭക്ഷണം കഴിക്കുന്ന അത് ഇയാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിസ്കരിക്കുന്ന ഇയാൾ കണ്ടിട്ടില്ല. അതെനിക്ക് മനസ്സിലായിട്ടാ. നിസ്കരിക്കുന്ന ഇയാൾ കണ്ടിട്ടില്ല. നോമ്പിന് നിങ്ങൾക്കതൊക്കെ മനസ്സിലായിനാ? അയാൾ നിസ്കരിക്കില്ല എന്നൊരിക്കും ഈ പറഞ്ഞിട്ടുണ്ടായാൽ. നിസ്കരിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കില്ല. സി എം മടവൂർ നിസ്കരിക്കില്ല എന്ന് തന്നെ ആയിരിക്കൂലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആരോട്? ഒരു ചങ്ങായി ഉണ്ട്, ഓനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നല്ലൊരു പാട്ടുണ്ട്, നമുക്ക് പാട്ടൊന്ന് കേട്ടോക്കാം. സി എം മടവൂർ നിസ്കരിക്കില്ല അന്നേരം കൃത്യമാണ്. ആളുകൾക്കൊക്കെ സംശയമായി. അങ്ങനെയാണ് ഈ പറയുന്ന പാട്ടിറങ്ങുന്നത്. നമ്മളെ ഷെയ്ഖ് സുദീസ്, അതാണ് കാണാത്തത്. നേരത്തെ പറഞ്ഞില്ലേ അയാൾ കണ്ടിട്ടില്ല എന്ന്. ആര്? ചെറുശ്ശേരി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ഇയാൾ ഹറമിൽ ഇമാമായിരുന്നു. ഷെയ്ഖ് സുദൈസിന്, ഷെയ്ഖ് സുറൈം, ഇങ്ങനെയുള്ള കുറേ പണ്ഡിതന്മാരെല്ലാം മാറ്റി നിർത്തി. ഇയാൾ പിന്നെ മക്കയിൽ നിന്ന് ജയിലിൽ നിന്ന് മോചനാക്കാനൊരു ഇടയ്ക്കിടയ്ക്ക് പോകുന്നതല്ലേ. അങ്ങനെ പോയാലും ചിലപ്പോൾ ഇമാം വന്നേരിക്കും. കൈമ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നല്ലോ. ബോഡി ഇടയില്ലത് വടവൂരിൽ. പക്ഷെ കൈമ കാണിച്ചു കൊടുക്കുന്നതാണ് ഹറമിൽ ഇമാം. ഷെയ്ഖ് സുദൈസിനെ എല്ലാം അങ്ങോട്ടേക്ക് മാറ്റി ഇയാളായിരുന്നു അവിടെ ഇമാമായി നേതൃത്വം നൽകുന്നത്. വിശ്വസിച്ചോ ഖുറാഫില? വിശ്വസിച്ചോ? നല്ലോണം വിശ്വസിക്കും.
ഹദറത്തിലിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാനിവിടെ പറഞ്ഞു വന്നത് ഒരു ഔലിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരാളെക്കുറിച്ച് ഒരാൾ ഔലിയ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുക? പക വീട്ടുന്ന, നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, നോമ്പിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അയാൾ ഭക്ഷണം കഴിക്കുന്ന പരസ്യമായി തന്നെ, മറ്റുള്ളവരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കുന്ന, ആരെങ്കിലും ഇയാൾക്കെതിരെ എന്തെങ്കിലും പരിഹാസ രൂപത്തിലോ തമാശ രൂപത്തിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ക്രൂരമായി പെരുമാറുന്ന, കൊല്ലാമ്പരം അടിയില്ലാത്ത ഒരു ഭൂലോക തമ്മാടിയായിട്ടല്ലേ കാണല്? ഔലിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? എല്ലാ കുബൂരികളെ അയാക്കോ വട്ട്, നിങ്ങൾക്ക് എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത്തരത്തിലുള്ള ദജ്ജാലുകളുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.